നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. വണ്ടൂർ വെള്ളാമ്പുറം പാലമടം റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമായില്ല. വർഷങ്ങളായി ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് വകയിരുത്തിയിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ സംരക്ഷണ ഭിത്തിയും ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. വെള്ളാമ്പുരത്ത് നിന്ന് റെയിൽവേ അടിപ്പാത വഴി പാലമടത്തേക്ക് എത്തുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. വിവിധ ഘട്ടങ്ങളിൽ റോഡിന് ഫണ്ട് അനുവദിച്ച് പ്രവൃത്തികൾ നടത്തിയെങ്കിലും ശാശ്വത പരിഹാരമായിട്ടില്ല. സഹ്യ കോളേജ്, കാപ്പിൽക്കാരാട്, GLP സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള വഴിയാണിത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കഴിഞ്ഞ 24-ാം തീയതി പാലമടത്ത് നടത്തിയ സമരത്തിന്റെ ഭാഗമായി പ്രവൃത്തി ഉടൻ തുടങ്ങാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് CPM പ്രവർത്തകർ ആരോപിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ മാറ്റാൻ പ്രവൃത്തി അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പാലാമടം വെള്ളാമ്പുറം റോഡിന്റെ ശോചനീയമായ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. നിലവിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഓവാലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായി കെട്ടിയ കെട്ടും അതിന്റെ മുകളിൽ വാർത്ത സ്ലാബും വളരെ അശാസ്ത്രീയമായി പണിതത് കൊണ്ടോ എന്തോ അറിയില്ല, തകർന്നു പോയി. റോഡ് വളരെ അപകടമായ അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ സൈഡ് കെട്ടി അപകടം തീർത്ത് ഈ ഇതിൽ പോകുന്ന യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ, അപകടം കൂടാതെ യാത്ര ചെയ്യാനുള്ള ഒരു ഏർപ്പാട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ AP അനിൽകുമാർ MLAയുടെ ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവിട്ട് നടത്തിയ പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയും സ്ലാബുമാണ് ഇപ്പോൾ തകർന്നിട്ടുള്ളതെന്നും ഇവർ പറഞ്ഞു. ഇതുകൂടി പരിഹരിച്ചിട്ടേ ബാക്കിയുള്ള പ്രവൃത്തി നടത്താവൂ എന്നും ഇവർ ആവശ്യപ്പെട്ടു. നമുക്കിപ്പോൾ MLA ഫണ്ടായിട്ട് ഇതിന് 15 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ 15 ലക്ഷം വകയിരുത്തിയാൽ ഇനി 90 മീറ്റർ ഇവിടെ ടാർ ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 90 മീറ്റർ ഇവിടെ ടാർ ചെയ്ത് പോയത് കൊണ്ട് ഈ ഒരു അപകടത്തെ മതിൽ ഇവിടെ പൊളിഞ്ഞാടിയത് നമുക്കറിയാം. ഈ കെട്ടും സ്ലാബും ഇവിടെ ഈ ഒരു ഭാഗം തകർന്നു പോയിക്കാണ്. ഇത് ചെയ്യാതെ ഇപ്പോൾ ഈ 90 മീറ്റർ ഇവിടെ ടാർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതും കൂടി ശരിയാക്കാതെ ഇവിടെ ടാർ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആര് കോൺട്രാക്ടർമാരായാലും ഇത് അല്ലെങ്കിൽ പഞ്ചായത്ത് അതിനുള്ള ഫണ്ട് വകയിരുത്തണം. അല്ലാത്ത പക്ഷം ഇവിടെ അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരിഹാരമായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും CPM പ്രവർത്തകർ പറഞ്ഞു. CPM അത്താണി ബ്രാഞ്ച് സെക്രട്ടറി ഗഫൂർ പുറക്കൂട്ടിൽ, കേലോമ്പാടം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മോയിക്കൽ, ഷാജി, ഗോവിന്ദൻ, അരവിന്ദൻ, വേലായുധൻ, ശശി, CT കുഞ്ഞാണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.